സോ ഹായ് ഗായ്സ്, മൈ നെയിം ഈസ് ഫാത്തിമ ഫീത. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണീനെ കുറിച്ചിട്ടാണ്. ലൈക്ക് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിരുന്നു എൻ്റെ പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ പോലെ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നിരുന്നു, ഇങ്ങനെ ട്രാൻസ്ഫോം ആയി, വെയിറ്റ് ലോസ് ജേർണി സ്റ്റോറി പറയാമോ, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ടിപ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഞാനും ഇതേമാതിരി എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ഭയങ്കര ഫുഡ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര മടിയിരുന്നു. ആൻഡ് ആക്ച്വലി ഞാനത് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ലാഗ് അടിപ്പിക്കാതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഞാനിപ്പോൾ രാവിലെ എണീറ്റാൽ മോർണിംഗിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആ ടൈം ആകുമ്പോഴേക്കിനും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പകരം ഒരു മുട്ടയും പിന്നെ നമ്മൾ സാലഡില്ലേ, ക്യാരറ്റ് കുക്കുംബർ ഒക്കെ ഇട്ടിട്ട് സാലഡ് മാതിരി കഴിക്കും മോർണിംഗിൽ. പിന്നെ ഇപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ടീ ഞാൻ കംപ്ലീറ്റ് അവോയ്ഡ് ആക്കിയത്. ഷുഗർ ഐറ്റംസ് ഞാൻ കുറച്ചിരുന്നു. ടീക്ക് പകരമായിട്ട് ഗ്രീൻ ടീ കുടിക്കും. അങ്ങനെയൊന്നും ആദ്യമൊന്നും ഗ്രീൻ ടീയുടെ ചോയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇവൻച്വലി എന്താ പറയുക, കുടിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു ശീലമായി. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ടീ കുടിക്കും. അതേമാതിരി ഈവനിങ് ടീ ടൈം ആയാലും ഗ്രീൻ ടീ കുടിച്ചിരുന്നു. ഉച്ചക്ക് ചോറ് ഞാൻ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് പോർഷൻ ചോറെടുക്കും, കുറേ സൈഡ് ഡിഷ് എടുക്കും, എന്നിട്ട് അതിങ്ങനെ കഴിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഈവനിങ് ആ ടൈമൊക്കെ ആയാൽ നമ്മൾ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യും. വീട്ടിൽ തന്നെ പാട്ടോ, ഞാനിങ്ങനെ കഠിനമായിട്ട് വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമുള്ള പാട്ടിട്ട് എനിക്കിഷ്ടമുള്ള സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കും. ഞാൻ ഒരു 1.5 മണിക്കൂർ എന്തായാലും ഞാൻ നല്ല വിയർത്തൊലിച്ചിട്ടുണ്ടാവും. ഞാൻ റൂമിൽ കയറും, അതിലടക്കും, എനിക്കിഷ്ടമുള്ള പാട്ടാണ് ഇടും, ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കും. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ വർക്കൗട്ട് ഡാൻസുകളുണ്ടാവില്ലേ, ആ സ്റ്റെപ്സും അതും നോക്കി ചെയ്തിരുന്നിട്ടാണ്. അങ്ങനെ അതും ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ഞാൻ ചപ്പാത്തി കഴിക്കും. ചപ്പാത്തി പിന്നെ കറി എന്താ വീട്ടിലെന്ന് വെച്ചാൽ ആ കറി തന്നെ എടുക്കും, കുറച്ച് എടുക്കും. ഞാൻ ചിക്കൻ, ഫിഷ്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്സൊന്നും ഞാൻ അധികം കട്ട് ചെയ്തിട്ടൊന്നുമില്ല. അതൊക്കെ ഞാൻ കഴിച്ചിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റായിട്ട് ഞാൻ പക്ക സ്ട്രിക്റ്റ് ഡയറ്റും പ്ലാനും ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അപ്പം ഞാൻ പോയി കഴിച്ചിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഇതേമാതിരി ഇങ്ങനെ ഗ്രീൻ ടീയും ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്യും. ഡിന്നറും ചപ്പാത്തി വെക്കും. പിന്നെ ഞാൻ ചില ദിവസങ്ങളിൽ 3 നേരം ചപ്പാത്തി ഉണ്ട്. രാവിലെ ചപ്പാത്തി, ഉച്ചക്കും ചപ്പാത്തി, രാത്രിയും ചപ്പാത്തി. അതിൽ നിങ്ങൾക്ക് എന്താ വീട്ടിൽ കറി ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ കറി കഴിക്കുക. ചപ്പാത്തി നമ്മൾ കഴിക്കുമ്പോൾ കുറേ അടുത്ത് കഴിക്കാൻ പാടില്ല, 2 3 കഴിക്കാം. അതിപ്പോൾ ചോറ് ഞാൻ കുറേയൊക്കെ ഒഴിവാക്കിയിരുന്നു. മെയിൻലി ചപ്പാത്തി ഒക്കെയാണ് അതിന് പകരം ഇൻക്ലൂഡ് ആക്കിയിരുന്നത്. വെയിറ്റ് ലോസ് ഡ്രിങ്ക് പറഞ്ഞിട്ട് ഞാൻ മോർണിംഗിൽ ഇതേമാതിരി വാം വാട്ടറിൽ ലെമണ്, ചിയ സീഡ്, പിന്നെ ജിഞ്ചർ ഒക്കെ ഇട്ടിട്ട് ആ ഡ്രിങ്ക് കുടിക്കും. അങ്ങനെയാണ്. പിന്നെ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് പറയാൻ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് വർക്കൗട്ടും കാര്യങ്ങളും ഫുഡ് കൺട്രോളിങ്ങും ചെയ്താൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ആവും. അപ്പോൾ അത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഇപ്പോഴും ഞാൻ ആ ശീലങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ പിന്നെ എനിക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവിൻ്റെ ഡബിൾ ചിൻ്റെ കാര്യങ്ങളൊക്കെ പക്ക കുറഞ്ഞിരിക്കുന്നത്. ഞാൻ ഫേസ് യോഗ അല്ലെങ്കിൽ ഫേസ് എക്സസൈസ് ചെയ്തിരുന്നു. ലൈക്ക് ഇങ്ങനെ ഒരു 5-6 വട്ടം ആക്കുക, അല്ലെങ്കിൽ ഞാൻ വെറുതെ നടക്കുമ്പോഴൊക്കെ അതേ ആക്കിയത്. ഇങ്ങനെ ആക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നെക്ക് സ്ട്രെച്ച് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് പിന്നെ എൻ്റെ ഫേസ് ഫാറ്റ് കുറയാനുള്ള കാരണം. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ച് അതിൽ പഴയ ഫോട്ടോയിൽ ഡാർക്ക് സർക്കിൾസൊക്കെ നല്ല ഉണ്ടല്ലോ, അതെങ്ങനെയാണ് കുറഞ്ഞതെന്ന് ചോദിച്ചിരുന്നത്. അത് ഞാൻ ഫേസ് പാക്ക്, നമ്മൾ ഹോം റെമഡി ഫേസ് പാക്സൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് കുറഞ്ഞതാണ്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതായത് മെലിയാൻ നോക്കണതിൻ്റെ കൂടെ തന്നെ ഒക്കെ നോക്കിയിരുന്നു. ലൈക്ക് വൈറ്റമിൻസ് നിങ്ങൾ മെയിനായിട്ട് കുറയാതെ നോക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ നല്ല ഹെയർ ഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈറ്റമിൻ കുറവും കാൽഷ്യം ഒക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻസൊക്കെ
ഉൾപ്പെടുത്തിയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ നോക്കുക. പിന്നെ മെയിൻലി എനിക്ക് വാട്ടർമെലൺ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സിൽ വാട്ടർമെലൺ ചൂസ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നല്ല വിശക്കണൊക്കെ ടൈമിൽ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കും. അതാകുമ്പോൾ വാട്ടർമെലൺ ആകുമ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റും കൂടി അടങ്ങിയിരിക്കണം. അപ്പോൾ നമ്മുടെ വിശപ്പ് മാറും, വയറ് നല്ല ഫുള്ളായിട്ട് നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അതൊക്കെയാണ് ഫുഡ് ഐറ്റംസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹോം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ, പിന്നെ ഫേസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. ഫേസിൽ ഞാൻ ഹോം റെമഡീസ് ഉണ്ടാവില്ലേ, നമ്മുടെ ഫേസ് പാക്ക് കാര്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ കുറേ ട്രൈ ആക്കിയിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാവും ഡാർക്ക് സർക്കിൾസൊക്കെ പോയതും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും ഞാൻ ഇതിനെക്കൊണ്ട് പറ്റുന്ന രീതിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ നല്ല മാറ്റം കാണാൻ പറ്റും. സോ ഇന്ന് തന്നെ നിങ്ങൾ ആ തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് മെലിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ശ്രമിക്കുക. ആൻഡ് വൺ ഡേ യു ക്യാൻ ബി വാട്ട് യു നീഡ് ടു ബി. സോ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.